ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 20ാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 9ാം അധ്യായത്തിലാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. 9ാം അധ്യായത്തിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ച ശേഷം തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി. 1 തിമോത്തിയോസ് 1ാം അധ്യായത്തിൻ്റെ 15ാം വാക്യത്തിൻ്റെ 2ാം ഭാഗത്തിൽ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച ശേഷം അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മുൻകാല അനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് താൻ പറയുന്നൊരു വാക്കാണ്, പാപികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ തന്നെയാണ്. ഐ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ സിന്നേഴ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്, ഏറ്റവും വലിയ പാപിക്കും മാനസാന്തരപ്പെടാം. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും വലിയ പാപിയെയും രക്ഷപ്പെടുത്തുന്നു. ഇത് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഭാഗങ്ങളിൽ ശൗൽ എന്നും പിന്നീട് പൗലോസും എന്നുമാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ലേഖനങ്ങളിലെല്ലാം പൗലോസ് എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മൾ ഈ വിഷയം തുറന്നും പഠിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിവെച്ച ആ ഭാഗത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് തന്നെക്കുറിച്ച് താനൊരു വലിയ പാപിയാണെന്ന് പറയാൻ കാരണം? 13ാം വാക്യം, 1 തിമോത്തിയോസ് 1ാം അധ്യായത്തിൻ്റെ 13ാം വാക്യത്തിൽ ഞാൻ 3 പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും ഒരു വിശദീകരണം ഞാൻ ആ വിഷയത്തിൽ തന്നില്ല. തൻ്റെ മുൻപേ ഉള്ള അനുഭവം, താൻ ഒന്നാമത് ഒരു ദൂഷകനായിരുന്നു. അതുകൊണ്ടാണ് താൻ തന്നെക്കുറിച്ച് പറയുന്നത്, ഐ വാസ് എ ഗ്രേറ്റ് സിന്നർ. ദൂഷകൻ, ബ്ലാസ്ഫീമി, ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ താൻ നിഷേധിച്ചവനാണ്. താൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുക മാത്രമല്ല, അനേക ആളുകളെ കൊണ്ട് ആ ദൂഷണം പറയിപ്പിക്കുവാൻ താൻ പ്രേരിപ്പിച്ചവനാണ്. നമുക്കത് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 26ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അപ്പോസ്തല പ്രവൃത്തി 9, 22, 26 എന്നീ അധ്യായങ്ങളിൽ 3 തവണയെങ്കിലും പൗലോസിൻ്റെ മാനസാന്തരവും തൻ്റെ ആ കൺവേർഷൻ്റെ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടും ഉണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും
തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. സ്തെഫാനോസിൻ്റെ വിഷയം ദൈവമക്കൾക്ക് അറിയാമല്ലോ. എൻ്റെ വ്യക്തിപരമായ കൺവിക്ഷൻ, സ്തെഫാനോസ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെങ്കിൽ സ്തെഫാനോസ് ആയിരിക്കും ആദ്യം കൊല്ലപ്പെട്ടത്. പക്ഷെ മറ്റു പലരും അങ്ങനെ അവരുടെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ആണ് സാധ്യതയുള്ളത്. 11-ാം വാക്യം, ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ വാക്കുകളിൽ നിന്ന് താൻ മറ്റു പലരെ കൊണ്ട് ദൂഷണം പറയിപ്പിച്ചു എന്നും വളരെ വ്യക്തമാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് പിന്നീട് മാനസാന്തരപ്പെടുന്നതായിട്ട് 9-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാനായി കഴിയുന്നത്. താൻ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അത്രമാത്രം താൻ യഹൂദ മതത്തിൽ ലയിച്ചു ചേർന്ന് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഗമാലിയേലിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച മനുഷ്യനും അതനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെട്ട മനുഷ്യനാണ് ശൗൽ. അതുകൊണ്ട് യഹൂദ മതത്തിൻ്റെ ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തനിക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. മതം തനിക്ക് ഒരു തടസ്സമായി നിന്നു. യേശുവിനെ താൻ ദൈവമായി ഒരിക്കലും അംഗീകരിച്ചില്ല. അതുപോലെ മറ്റ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ പീഡിപ്പിക്കുകയും അവരെ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുവാനായി പ്രേരിപ്പിച്ചു. അടുത്തതായിട്ട് തന്നെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഉപദ്രവിയായിരുന്നു എന്നാണ്. ഹി വാസ് എ പെർസിക്യൂട്ടർ. ഫിസിക്കൽ പവർ ഉപയോഗിച്ച്, ശാരീരിക ബലം ഉപയോഗിച്ച് ദൈവസഭയെ മുടിക്കുവാൻ തയ്യാറായ ഒരു മനുഷ്യനാണ് ശൗൽ. അപ്പോസ്തലർ പ്രവൃത്തി 7-57 മുതൽ 60 വരെയുള്ള വേദഭാഗങ്ങൾ, അപ്പോസ്തലർ പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ തവണ വായിച്ചതായതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുവാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ആ ഉഗ്രവൈരാഗ്യത്തിൽ, ദേഷ്യത്തിൽ ദൈവമക്കളെ താൻ ഉപദ്രവിക്കുവാൻ തയ്യാറാകുകയും ആ നിലവാരത്തിൽ യെരുശലേമിൽ വളരെയധികം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ശൗൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മുൻപേ താൻ ദൂഷകനും ഉപദ്രവിയും ആയിരുന്നു. അടുത്തൊരു പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത് ഹി വാസ് എ വയലൻ്റ് മാൻ. നിഷ്ഠൂരൻ എന്നൊരു പ്രയോഗമാണ് നാം കാണുന്നത്. വയലൻ്റ് മാൻ. അതിൻ്റെ അർത്ഥം നാം പരിശോധിച്ചാൽ ഇങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുമാതിരി സാഡിസ്റ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു തൻ്റെ. സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ വലിച്ചിഴച്ച് അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വേദനയിൽ തനിക്കൊരു സന്തോഷമുണ്ടായി. അങ്ങനെയുള്ള സാഡിസ്റ്റിക്കായി മറ്റുള്ളവരുടെ വേദനയിൽ തനിക്ക് സന്തോഷമുണ്ടാകുന്ന പോലെയുള്ള അനുഭവമുള്ള മനുഷ്യനായിരുന്നു ശൗൽ. ഈ 3 പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും താനൊരു വലിയ പാപിയായിരുന്നു. ഇതാണ് 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത്, ആ പാപികളിൽ ഞാൻ പ്രധാനപ്പെട്ടയാളാണ്. താൻ പറയുന്നതിൻ്റെ അർത്ഥം, പാപികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഏറ്റവും മുകളിൽ എൻ്റെ പേരെഴുതിക്കോ, ക്യാപ്റ്റൻ ഞാനാണ്, ഏറ്റവും വലിയ പാപി ഞാനാണ്. എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു, കർത്താവിൻ്റെ കൃപ എന്നെ തേടി വന്നു. ദൈവസഭയെ ഉപദ്രവിക്കുകയും കർത്താവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് പിന്നീട് കർത്താവിൻ്റെ വേല ചെയ്തു എങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലരെ അതുപോലെ ദൈവം സന്ദർശിക്കുവാനും അവരെ വിടുവിക്കുവാനും ദൈവം ശക്തനാണ്. ചില ഭാര്യമാരെ നോക്കിക്കൊണ്ട് ഈ സന്ധ്യയിൽ എനിക്ക് പറയുവാൻ നിയോഗമുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ ചിലർക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവരിന്ന്
ദൈവസഭയെയും വിശ്വാസിയായിരിക്കുന്ന നിങ്ങളെയും ഒരുപക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം, സ്നേഹത്തിൻ്റെ കരം, രക്ഷിക്കുന്ന കരം അവരെയും വിടുവിക്കുവാൻ ശക്തിയുള്ളതാണ്. സുവിശേഷം വളരെ പവർഫുള്ളാണ്. ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. പ്രാർത്ഥനയിൽ പിന്നെയും മുന്നേറുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോസ്തലനായ പൗലോസ് അഥവാ അന്ന് ശൗൽ എന്ന് അറിയപ്പെട്ട അദ്ദേഹം ദമസ്കോസിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 150 മൈലോളം താൻ യാത്ര ചെയ്യുകയാണ്. താനും തൻ്റെ കൂട്ടത്തിൽ ഒരു സംഘമുണ്ട്. മഹാപുരോഹിതൻ്റെ അധികാരപത്രം തൻ്റെ കയ്യിലുണ്ട്. താൻ ദമസ്കോസിലേക്ക് പോകുന്നതിൻ്റെ ചിന്ത, യെരുശലേമിൽ ദൈവസഭയെ ഉപദ്രവിച്ചത് നിമിത്തം അപ്പോസ്തോലന്മാരൊഴികെ അനേക വിശ്വാസികൾ ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ദമസ്കോസിലെ സിനഗോഗുകളിൽ അഭയം തേടിയിരിക്കുന്ന വിശുദ്ധന്മാരെ അവിടെ ഈ അധികാരപത്രം കൊണ്ട് ചെന്ന് അവരെ അവിടെ നിന്ന് പിടിച്ചു കെട്ടി മടക്കി യെരുശലേമിൽ കൊണ്ടുവന്നിട്ട് അവരെ ജയിലിലിടുവാൻ താല്പര്യത്തോടെയാണ് താൻ പോകുന്നത്. അങ്ങനെയാണ് 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചുരുക്കത്തിൽ ചിന്തിക്കുവാൻ പോവുകയാണ്. ഈ ഭയങ്കര ക്രൂരനായ മനുഷ്യൻ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിൻ്റെ സന്ദർശനം അദ്ദേഹത്തിനുണ്ടായി. താന് ഇങ്ങനെ ദമസ്കോസിലേക്ക് പോകുന്ന ആ വഴി തനിക്കുണ്ടായ അനുഭവമാണ്. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. 4-ാം വാക്യം, അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവിടെയും ശൗൽ എന്ന പേരിലാണ് കർത്താവ് തന്നെ വിളിക്കുന്നത്. പെട്ടെന്ന് ഈ വെളിച്ചം കണ്ടു. ആ പ്രഭയുടെ മുൻപിൽ, ആ ദൈവശക്തിയുടെ മുൻപിൽ താൻ അവിടെ നിലത്ത് വീഴുന്നു. എന്നിട്ട് താൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അഥവാ കർത്താവിൻ്റെ ശബ്ദം നേരിട്ട് താൻ കേൾക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇതാണ് ശബ്ദത്തിൽ താൻ കേൾക്കുന്നത്. കർത്താവിനെ ശൗൽ എവിടെയാണ് ഉപദ്രവിച്ചത്? മുൻപുള്ള വാക്യങ്ങളിൽ നിന്നും 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായത് അന്നത്തെ സഭയെ, അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയാണ് ശൗൽ ഉപദ്രവിക്കുന്നതെന്നാണ്. പക്ഷെ ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ദൈവമക്കളെ ഉപദ്രവിക്കുന്നത്, കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കുന്നത്, കർത്താവ് അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ഈ വാക്യത്തിൽ ഒരു സൂചനയുണ്ട്. ദൈവസഭ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമാണ്. ഇതിലേത് ചെറിയവനെയോ വലിയവനെയോ ഉപദ്രവിക്കുമ്പോൾ കർത്താവിനെ ഉപദ്രവിക്കുകയാണ്. അനേക ആളുകൾക്ക് ഈ കാര്യം അറിയില്ല. ഉപദ്രവിക്കപ്പെടുന്നവർ ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായി പ്രാർത്ഥനാപൂർവ്വം ഇരിക്കെ. നിങ്ങളെ തൊട്ടാൽ യേശുവിനെ തൊട്ടു. കാരണം നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ഉപദ്രവിക്കുന്നവരോട് വാശിയോ വൈരാഗ്യമോ വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ളവരെയും വിടുവിച്ച് ദൈവസഭയുടെ അംഗമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ശൗലിനുണ്ടായ ചില അനുഭവങ്ങളിലൂടെ ഞാൻ ഇവിടെ ഒന്ന് എടുത്തു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, പെട്ടെന്നൊരു വെളിച്ചം
തൻ്റെ ചുറ്റിനും ഉണ്ടാകുകയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ പിന്നെയും എഴുതുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22-6 വാക്യത്തിൽ അത് ലൂക്കോസ് 1 വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഉച്ച സമയത്ത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ മുഴുശോഭയോടെ നിൽക്കുന്ന ആ സമയത്താണ് ആ നട്ടുച്ചയ്ക്കത്തെ സൂര്യൻ്റെ ശോഭയെ കവിയുന്ന ഒരു ഭയങ്കര വെളിച്ചം തൻ്റെ ചുറ്റിനും മിന്നുന്നത്. അതുപോലെ 26 അധ്യായത്തിൻ്റെ 13 വാക്യം ഇവിടെ വായിക്കുന്നു. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്നും എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. അപ്പോൾ താനൊരു കാഴ്ച കാണുകയാണ്. തൻ്റെ കൂടെ ആളുകളുണ്ട്, അവരെല്ലാവരും കണ്ടു. എത്രയോ വിശദീകരിച്ചാണ് ലൂക്കോസ് അത് പറയുന്നത്. 9 അധ്യായത്തിലുണ്ട്, 22-ലുണ്ട്, 26-ലുണ്ട്. ഇതിനകത്തുനിന്ന് എല്ലാം കൂടെ നമുക്ക് കിട്ടുന്ന ആശയം നട്ടുച്ചയ്ക്കത്തെ ആ വലിയ സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം ദൈവത്തിൻ്റെ തേജസ്സാണത്. ഇറ്റ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് തനിക്കും കൂടെയുള്ളവർക്ക് ചുറ്റിനും മിന്നുന്ന ഒരു കാഴ്ച താൻ കാണുകയാണ്. എന്നിട്ട് 26-14 വാക്യം ശ്രദ്ധിച്ചാലും, ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗല് മാത്രമല്ല നിലത്ത് വീണത്, തൻ്റെ കൂടെ സഞ്ചരിച്ചവർക്കും തൻ്റെ ടീം അംഗങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരന്തരീക്ഷമുണ്ടായി. അങ്ങനെ എല്ലാവരും നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അതിനോട് ചേർന്ന് മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ കർത്താവ് ശൗലിനോട് സംസാരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. വലിയ വെളിച്ചം താൻ കാണുന്നു. ആ ശോഭയുടെ പ്രഭയുടെ തേജസ്സിൻ്റെ മുൻപിൽ തനിക്കും തൻ്റെ കൂട്ടുകാർക്കും നിൽക്കാൻ കഴിയാതെ വണ്ണം താൻ നിലത്തേക്ക് വീഴുന്നു. ശബ്ദവും കേൾക്കുന്നു. 9 അധ്യായത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചു. 26-ൽ ഒരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട്. മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നേരിട്ട് ദൈവത്തിൻ്റെ തേജസ് താൻ കണ്ടു. ആ ശോഭയുടെയും ശക്തിയുടെ മുൻപാകെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഹങ്കാരത്തോടെ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ പോകുന്ന ശൗലും തൻ്റെ സംഘവും നിലത്ത് വീഴുന്നു. കർത്താവിൻ്റെ ശബ്ദം താൻ നേരിട്ട് കേൾക്കുന്നു. കർത്താവിന് ആരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന് എങ്ങനെയും സന്ദർശിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി വീണാൽ കർത്താവിന് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയും. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. 8 അധ്യായത്തിൽ ശമരിയയിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ അത്ഭുതങ്ങളിൽ നാം കണ്ടു. അല്ലാതെ അവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഉപദേശിയാണ് ശമരിയിൽ ചെന്ന് മാറ്റമില്ലാത്ത സുവിശേഷം പറഞ്ഞത്. കർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി സുവിശേഷകൻ ഫിലിപ്പോസ് നിൽക്കുകയാണ്. അദ്ദേഹത്തിലൂടെയുള്ള വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമായി അവർ സ്വീകരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ടുള്ള ദൈവശക്തിയുടെ ഡെമോൺസ്ട്രേഷൻസായി നമുക്കവിടെ കാണുവാൻ കഴിയും. അതുപോലെ ഷണ്മൻ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം നേരിട്ടോ ഒന്നും ചെയ്തില്ല. അവിടെയും ഫിലിപ്പോസ് എന്ന ഉപദേശിയാണ് ദൈവം ഉപയോഗിക്കുന്നതായി കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൽ അതിനെ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിൻ്റെ 1-ാമത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരോട്
പത്രോസാണ് അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദൈവം നേരിട്ട് ചെയ്ത ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് അന്യഭാഷകളുടെ ആ അത്ഭുതമാണ്, ആ സൂപ്പർ നാച്ചുറൽ മൂവ്മെൻ്റ് ആണ്. പക്ഷേ വചനം പ്രസംഗിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് ദൈവദാസന്മാരെയാണ്. ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്ത ഒരു അനുഭവമാണ്. നേരിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അത് തൻ്റെ മേൽ മാത്രമല്ല, തൻ്റെ കൂടെ ഉള്ളവരുടെ മേലും ആ പ്രവർത്തനം ഉണ്ടായി എങ്കിലും വ്യക്തിപരമായി കർത്താവ് തന്നോടാണ് ഇടപെടുന്നത്. ദൈവത്തിന് വിവിധ നിലകളിൽ സന്ദർശിക്കുവാൻ കഴിയും. ദൈവം ഒരു ഉപദേശിയിലൂടെ ആയിരിക്കാം ദൈവത്തിൻ്റെ വചനം താങ്കളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഹൃദയം തുറന്ന് യേശുവിൽ വിശ്വസിക്കാനുള്ള സാധ്യതയായിരിക്കാം കർത്താവ് ദാനമായി തരുന്നത്. ചിലപ്പോൾ നേരിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ താങ്കൾക്കുണ്ടായി എന്ന് വരാം. എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ എല്ലാ ഉദ്ദേശം നിത്യജീവനായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അസാധാരണമായൊരു നിലയിലാണ് ശൗലിനെ കർത്താവ് സന്ദർശിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ ഒരു നിലയിലല്ലെങ്കിൽ അദ്ദേഹത്തിന് യേശുവിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ബോധ്യമാകുകയില്ലായിരിക്കാം. അതുകൊണ്ടാവാം ഇതുപോലെ ഡയറക്റ്റായി കർത്താവ് ഇടപെടുന്നത്. ഇന്നും ഇങ്ങനെ ഡയറക്റ്റായി ഇടപെടുന്ന ധാരാളം കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ എല്ലാ വഴികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വലിയൊരു പ്രകാശം കണ്ടു, അവരെല്ലാം നിലത്തു വീണു. നിലത്തു വീഴുന്ന അനുഭവങ്ങൾ, ദൈവശക്തിയുടെ മുൻപിൽ നിലത്തു വീഴുന്ന അനുഭവങ്ങളൊക്കെ വേദപുസ്തകത്തിലുള്ള അനുഭവങ്ങളാണ്. അതാരും തലേ കൈ വെക്കണമെന്നില്ല. തലേ കൈ വെച്ചോ വെക്കാതെയോ ഒക്കെ ഈ അനുഭവങ്ങൾ ദൈവവചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നുപോയ ഒരു പ്രയാസമെന്ന് പറയുന്നത് കൃത്രിമമായി ആളുകളെ ഉന്തിയും തള്ളിയുമൊക്കെ ഇടാനുള്ള ശ്രമം നടത്തുന്നതാണ് പ്രയാസമായി തീർന്നത്. അല്ലെങ്കിൽ ദൈവശക്തിയുടെ മുൻപാകെ ശൗൽ വീണു, തൻ്റെ കൂടെ ഉള്ളവരും വീണു. ശൗലാണ് ക്ലിയറായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, മറ്റ് തൻ്റെ കൂടെ ഉള്ളവർക്ക് അത് വ്യക്തമല്ല. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്ക് 26-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ എഴുതിയത് ഞാൻ ഉദ്ധരിച്ചത് ഒന്നുകൂടെ വായിക്കാം. മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. 15-ാം വാക്യത്തിൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുവാനും ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ആരാണ് പ്രത്യക്ഷനായെന്നും എന്തിനാണ് പ്രത്യക്ഷനായതെന്നും കർത്താവ് അവിടെ വളരെ വ്യക്തമാക്കുകയാണ്. ഈ വാക്ക് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാണ്. എന്താണ് അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗൻസ്റ്റ് ദ ഗോഡ്സ്. മുള്ള, ഗോഡ് എന്ന പ്രയോഗം ആ കാലഘട്ടത്തിൽ കൃഷിക്കാർക്കുണ്ടായിരുന്ന ഒരു വളരെ കൂർത്ത മുനയുള്ള നീളത്തിലുള്ള ഒരു കമ്പാണ്. അത് വയലൊക്കെ പൂട്ടുവാൻ പോകുമ്പോൾ കാള നിൽക്കുന്ന സമയത്ത്, ഉഴപ്പി നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ മുള്ളുള്ള വലിയ കമ്പ് കൊണ്ട് കർഷകൻ കുത്തുമായിരുന്നു. അങ്ങനെ ജോലിക്ക് അവരെ നിർബന്ധിച്ച് കർഷകൻ നടത്തുന്ന പതിവുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് കർത്താവ് എടുത്തു പറയുന്നത്, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാണ്. എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ശൗലിനെ ഒരു കാളയായിട്ടും കർത്താവ് ഒരു കർഷകനായി നിന്ന് ശൗലിനെ കുത്തുകയാണ് കർത്താവ്.
അങ്ങനെ കുത്തി കുത്തി അവസാനം കർത്താവ് തനിക്ക് ആവശ്യമുള്ള ശൗലിനെ പിടിക്കുകയാണ്. മനസ്സാക്ഷിയിൽ തനിക്കുണ്ടായ കുത്തലുകളെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് മുള്ളിനെതിരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാണ്. മുള്ളുപോലെ ശൗലിനെ കുത്തുമായിരുന്നു. തൻ്റെ ഉള്ളിൽ കുത്തലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുത്തൽ ഉണ്ടായത്? എന്താണ് അതിന് കാരണം? ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു, ശൗൽ യേശുക്രിസ്തുവിൻ്റെ സമകാലികനാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരു പക്ഷെങ്കിൽ താൻ യെരുശലേമിൽ വെച്ച് കണ്ടു കാണാൻ സാധ്യതയുണ്ട്. തൻ്റെ പഠിപ്പിക്കലെക്കുറിച്ച് കേട്ടുകേഴ്വി തനിക്കുണ്ടായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ യേശു നടത്തിയ ചില ക്ലെയിമുകൾ, അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള യേശുവിൻ്റെ ക്ലെയിമുകളും, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന കേൾവികളൊക്കെ തൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു കാണും. താൻ വാശിയോടെ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ മുടിക്കുവാനായി ശ്രമിക്കുകയാണ്. ഇനിയും ഇത് സത്യമാണോ? ഈ മാർഗം ശരിയാണോ? നസ്രയനായ യേശു ക്ലെയിം ചെയ്യുന്നത് പോലെ തന്നെ അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു പക്ഷെങ്കിൽ തന്നെ വേട്ടയാടി കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ഒരു ശിഷ്യനായിരിക്കുന്ന സ്തെഫാനോസ് ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം ശൗൽ കേട്ടിട്ടുണ്ട്. രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആ വലിയ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ തന്നെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സ്തെഫാനോസ് വിളിച്ചു പറയുന്നു, കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച താൻ കാണുന്നു. സ്തെഫാനോസ് എന്നിട്ട് ദൈവമായ കർത്താവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്, ഇതൊക്കെ ശൗലിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. മുള്ളുപോലെ ഇത് കുത്തുവാൻ തുടങ്ങി. ഇതുകൊണ്ടാവാം താൻ ഒരുമാതിരി മതഭ്രാന്ത് പോലെയായത്. ഈ ഫനാറ്റിസത്തിൻ്റെ ഒക്കെയും പിൻപിലുള്ളത് കുത്തലാണ്. അതുകൊണ്ടാണ് ഈ വയലൻ്റ് ആകുന്നത്. ഇത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശൗലിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുള്ളുപോലെ കുത്തുന്നത് കൊണ്ടാണ് ഈ മാർഗത്തെ എങ്ങനെയെങ്കിലും തീർക്കുവാൻ, തുടച്ചു മാറ്റുവാനായി ശൗൽ ശ്രമിക്കുന്നത്. കർത്താവ് സന്ദർശിച്ച പറയുകയാണ്, ശൗലേ, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാണ്. അങ്ങനെ നിലത്ത് കിടക്കുന്ന ശൗലിനോട് എഴുന്നേൽപ്പാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് മടങ്ങി വരാം. 6-ാം വാക്യത്തിൽ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. 7-ാം വാക്യത്തിൽ, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. 8-ാം വാക്യത്തിൽ, ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ വേണ്ട നിലയിൽ അവർക്ക് മനസ്സിലായില്ല. ശബ്ദം കേട്ടു, മിന്നുന്ന വെളിച്ചം അവർ കണ്ടു, നിലത്തും അവർ വീണു. പക്ഷെ വളരെ ക്ലിയറായി കർത്താവ് ശൗലിനോട് വ്യക്തിപരമായി ഇടപെട്ടു. തൻ്റെ പേര് വിളിച്ച് ഇടപെട്ടു. തനിക്കുണ്ടായ അനുഭവം, താൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണു കാണുന്നില്ല. അങ്ങനെ 3 ദിവസം കണ്ണ് കാണാത്തവനായി ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ താനായി. കർത്താവ് തനിക്ക് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് താൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ കർത്താവ് പ്രത്യേക നിലയിൽ ദമസ്കോസിൽ ഇടപെടുന്നു. അദ്ദേഹത്തെ
ശൗലിൻ്റെ അടുക്കലേക്ക് കർത്താവ് അയക്കുകയാണ്. കർത്താവ് എന്നും പ്രവർത്തിക്കുന്നത് തൻ്റെ ശരീരമാം സഭയിലൂടെയാണ്. അനന്യാസ് ആ സഭയിലെ ഒരു ശിഷ്യനാണ്, വിശ്വാസിയാണ്. അദ്ദേഹത്തിലൂടെയാണ് കർത്താവ് പിന്നീട് പ്രവർത്തിക്കുന്നത്. നേരിട്ട് സന്ദർശനം അയച്ചു അനന്യാസിലൂടെ ബാക്കി കാര്യങ്ങൾ ശൗലിന് വെളിപ്പെടുത്തുകയാണ്. ആദ്യമൊക്കെ അനന്യാസിന് ഈ കാര്യം വളരെ ഭാരമായി എന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനോട് തന്നെ അനന്യാസ് പറയുന്നുണ്ട്, കർത്താവേ, ഇവൻ അധികാരപത്രമുണ്ട്, യെരുശലേമിലെ ആളുകളെയൊക്കെ പീഡിപ്പിച്ചതാണ് കേൾക്കുന്നത്, ഇവിടെയും വന്നിരിക്കുന്ന ആളുകളെ പീഡിപ്പിക്കുവാനാണ്. പക്ഷെ കർത്താവ് തന്നെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെ ശൗലിൻ്റെ അടുക്കലേക്ക് അനന്യാസ് കടന്നു പോവുകയാണ്. 17-ാം വാക്യം, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ശൗലിൻ്റെ കൺവേർഷൻ്റെ ആദ്യത്തെ ഭാഗം. ആ വലിയ സന്ദർശനം ദമസ്കോസിലേക്ക് പോകുന്ന ആ വഴിയിൽ തനിക്കുണ്ടായിക്കഴിഞ്ഞ്, ആരാകുന്നു നീ കർത്താവേ എന്നാണ് ശൗൽ കർത്താവിനോട് ചോദിക്കുന്നത്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആ ഡിവൈൻ ടച്ചിൽ തനിക്കുണ്ടാകുകയാണ്. കർത്താവാണ് തന്നെ തൊട്ടത് എന്ന് മനസ്സിലാകുകയാണ്. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് വരാൻ താൻ താല്പര്യപ്പെട്ട് ഏൽപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് താൻ അവിടെ പോയി 3 ദിവസം പ്രാർത്ഥനയിലിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനാകുന്ന അനന്യാസ് വരുമ്പോൾ തൻ്റെ ശുശ്രൂഷ താൻ കൈക്കൊള്ളുകയാണ്. അങ്ങനെ പൂർണ്ണമായി യേശുക്രിസ്തുവിൽ താൻ വിധേയപ്പെടുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ തിയോളജി മുഴുവനും അപ്സെറ്റായി മാറി. താൻ പിടിച്ചു വെച്ച പല കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട്, ഒരു ദൈവിക സന്ദർശനത്തിന് മുൻപിൽ ഇത് സകലതും മാറി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ അത്ഭുത സന്ദർശനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആൾ മാറിയവനായി തീരുകയാണ്. 19-ാം വാക്യത്തിൽ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. 2 കാര്യം ഞാൻ സൂചിപ്പിച്ച് ഈ എപ്പിസോഡ് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, തൻ്റെ ഈ കൺവേർഷനിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിനും താൻ വിധേയപ്പെടുന്നു. ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ അഥവാ സഭയ്ക്ക് താൻ വിധേയപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാൾ, സ്നാനപ്പെട്ട ഒരാൾ കൂട്ടായ്മ ആചരിക്കേണ്ടത് വിശുദ്ധന്മാരുടെ കൂടെയാണ്. അതിനാണ് വേർപെടേണ്ടത്. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലായി അതുപോലെ തന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച സഭയ്ക്ക് താൻ കീഴ്പ്പെടുകയാണ്. ആ 19-ാം വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. 9-ാമത്തെ അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ 1-ാം വാക്യം, 10-ാം വാക്യം, 19-ാം വാക്യം, 26-ാം വാക്യം, ഇവിടെയെല്ലാം ശിഷ്യന്മാർ എന്ന പ്രയോഗം കാണും. 11-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പുതിയ വിശ്വാസി എന്ന നിലയിൽ മാനസാന്തരപ്പെട്ടു, തൻ്റെ മൈൻഡ് മാറി, യേശുവിൻ്റെ കർത്തൃത്വം താൻ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ താൻ പ്രാപിക്കുന്നു, സ്നാനപ്പെടുന്നു, അവിടെയുള്ള ലോക്കൽ ബോഡി ഓഫ് ഡിസൈപ്പിൾസിൻ്റെ കൂടെ താൻ കുറേ കാലം പാർക്കുന്നു. അങ്ങനെയാണ് ഒരു പുതിയ ശിഷ്യൻ, പുതിയ വിശ്വാസി ആ ഒരു പാറ്റേണിലാണ് വരേണ്ടത്. ഇവിടെ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ താൻ പ്രാപിക്കുന്നതായിട്ടുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച ശേഷമായിരിക്കാം നിങ്ങൾക്ക് ആത്മസ്നാനം കിട്ടിയത്. അതെങ്ങനെയും ആകട്ടെ, പക്ഷെ ലോക്കൽ ബോഡി ഓഫ് ഡിസൈപ്പിൾസിൻ്റെ കൂടെ നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടോ? ശിഷ്യത്വത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവമാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ഇതാണ് പ്രാരംഭത്തിൽ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ഞാൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാനസാന്തരവും ആ പുതിയ വിശ്വാസി എങ്ങനെയാണ് നയിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അടുത്ത എപ്പിസോഡിലും ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് പഠിക്കണം. എന്നാൽ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് വായിക്കാം. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ദമസ്കോസിലുള്ള പള്ളികളിൽ താൻ പ്രസംഗിക്കാൻ തുടങ്ങി. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. റിയൽ കൺവേർഷൻ, റിയൽ മാറ്റം ഹൃദയത്തിനകത്ത് നടന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. തനിക്ക് പിന്നെ ഒരു ലജ്ജയുമില്ല. അവിടെയുള്ള ശിഷ്യന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ തുടങ്ങി. അങ്ങനെ ട്രഡീഷണലായിട്ടുള്ള ജ്യൂസിനെ താൻ മിണ്ടാതെയാക്കി. ഗമാലിയേലിൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിച്ച ന്യായപ്രമാണം ഇപ്പോൾ തനിക്കത് ഗുണമായി മാറി. യേശുവിൻ്റെ സ്പർശനം വന്നപ്പോൾ ന്യായപ്രമാണത്തിലൂടെ യേശുവിനെ കാണുകയാണ്. മാത്രമല്ല, ന്യായപ്രമാണത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന യഹൂദന്മാരോട് യേശുക്രിസ്തുവിനെ ഉയർത്തി അവരെ മിണ്ടാതാക്കി. അവർക്ക് തിരിച്ചൊരു കാര്യം പറയുവാൻ കഴിവില്ലാത്തതുപോലെ ശൗല് അവിടെ സുവിശേഷീകരിക്കുകയാണ്. ആളുകൾ ഇന്ന് രക്ഷിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നത് കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. തീരുമാനമെടുത്ത് സ്നാനപ്പെട്ട് ഒരു ലോക്കൽ ബോഡിയിൽ ഫെലോഷിപ്പിന് പലരും പോവാറില്ല. ഒറ്റയാൻ പോരാട്ടം ആണ് പലരും ചിന്തിക്കുന്നത്. അത് സ്ക്രിപ്ചറൽ അല്ല, ദൈവവചന അടിസ്ഥാനമല്ല. ലോക്കൽ ബോഡി ഓഫ് ബിലീവേഴ്സ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡി ചർച്ചിനോട് ചേർന്ന് ഒരു വിശ്വാസി ആയിരിക്കണമെന്നുള്ള വ്യവസ്ഥ സഭയുടെ നാഥനാകുന്ന കർത്താവ് തന്നെ വെച്ചതാണ്. കാരണം ആ ലോക്കൽ ബോഡിയുടെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നാം. അവയവമെന്ന നിലയിൽ ഈ ശരീരമാം വിശ്വാസികളോട് ചേർന്ന് നിന്നില്ല എങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ ആ ദേശങ്ങളിൽ ശൗൽ ശുശ്രൂഷിക്കുവാൻ കാരണം തനിക്ക് ആ ലോക്കൽ ബോഡിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഈ സത്യം എന്നെ കേൾക്കുന്ന കേൾവിക്കാരുടെ ഹൃദയക്കണ്ണിനെ തുറക്കട്ടെ. ഒരു ചർച്ചും ഒരുപക്ഷെങ്കിൽ പെർഫെക്റ്റ് അല്ലായിരിക്കാം. എന്നാൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം കണ്ടുപിടിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവവചനത്തിലെ വ്യവസ്ഥ. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൃത്യമായും അങ്ങനെയുള്ള ഒരു ചർച്ചിലേക്ക്, ഒരു ബോഡി ഓഫ് ബിലീവേഴ്സിലേക്ക് നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ഉറപ്പായി ദൈവം നിങ്ങളെ നടത്തും. കാരണം അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. കൂട്ടായ്മ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫെലോഷിപ്പ് വിശുദ്ധന്മാരുടെ കൂടെയാണ്,
കൂട്ടായ്മ ആചരിക്കുന്നത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അങ്ങനെ തീരുമാനമെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവചനം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ കൊണ്ടുവരുന്നെങ്കിൽ ഉടക്കി നിൽക്കരുത്. ഈ 2 എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ച വിഷയം ശൗലിൻ്റെ മാനസാന്തരമാണ്. ക്രിസ്തീയ സഭാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശൗലിൻ്റെ മാനസാന്തരം. 13-ാം അധ്യായം മുതൽ തൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് നാം പഠിക്കും. താൻ സ്ഥാപിച്ച സഭകളെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷ രീതിയെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നാൽ 9-ാം അധ്യായത്തിൻ്റെ വിഷയം ദൈവസഭയെ ഉപദ്രവിച്ച, കർത്താവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച, മതഭ്രാന്തനായിരുന്ന ശൗലിനെ അത്ഭുതകരമായി ദൈവം സന്ദർശിച്ച് തൻ്റെ സഭയുടെ ഒരു അംഗമാക്കി തീർക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത ഇടത്ത് വച്ച് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സന്ദർശനം തനിക്കുണ്ടായി. നട്ടുച്ചയ്ക്കത്തെ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം തൻ്റെ ചുറ്റിനും മിന്നി. താനും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും നിലത്തു വീഴുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന കർത്താവിൻ്റെ ശബ്ദം താൻ കേൾക്കുന്നു. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാണ് എന്ന കർത്താവിൻ്റെ ശബ്ദം താൻ കേൾക്കുന്നു. നാളുകളായി കുത്തൽ തുടങ്ങിയതാണ്. താൻ ആ കുത്തലിനോട് റെസിസ്റ്റ് ചെയ്താണ് ഈ മതഭ്രാന്തിൽ നടക്കുന്നത്. പക്ഷേ ഒരു ദിവസം കർത്താവ് തന്നെ പിടിച്ചു. അങ്ങനെ താൻ തന്നെ വിധേയപ്പെടുത്തി. ദമസ്കസിലുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് നിന്നു. വരുന്ന എപ്പിസോഡിലും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇതുവരെ ഒരു കൂട്ടായ്മ നിങ്ങൾക്കില്ലെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ അനുയോജ്യമാകുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തര അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു വരികയാണല്ലോ. ഏത് മനുഷ്യനെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങയ്ക്ക് അതിന് ശക്തിയുണ്ട്. ശൗലിനെ സന്ദർശിച്ച് മാനസാന്തരത്തിലേക്ക് നടത്തി, സ്നാനത്തിലേക്ക് നടത്തി, പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് നടത്തി, എന്നിട്ട് ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ അങ്ങ് നടത്തി. പരിശുദ്ധ കർത്താവേ, അടിയനെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ കൂട്ടായ്മയുടെ അനുഭവങ്ങളില്ല എങ്കിൽ, വചനം പഠിച്ച് ശിഷ്യത്വത്തിലേക്ക് വരുവാനുള്ള സാഹചര്യമില്ല എങ്കിൽ, വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കണമേ. അതിലേക്ക് അവരെ നടത്തണമേ. ഇന്ന് കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.